കഴിഞ്ഞ ഒരു മാസമായി റഷ്യയുടെ അധീന മേഖലയായ ബാൾട്ടിക് പ്രദേശത്ത് നാറ്റോ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ബാൾട്ടിക് സെൻട്രി പുരോഗമിക്കുകയാണ്. റഷ്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തികൾക്ക് സമീപമുള്ള നാറ്റോയുടെ നാവിക സാന്നിധ്യത്തിൽ ഓപ്പറേഷൻ ബാൾട്ടിക് സെൻട്രി ഗണ്യമായ വർധനവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കടലിനടിയിലെ കേബിളുകളെ അട്ടിമറിയിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഓപ്പറേഷൻ എന്ന് അവകാശപ്പെടുന്ന നാറ്റോ. പക്ഷേ ഇതിന് പിന്നിൽ മറച്ചുവെക്കുന്ന ഗൂഢലക്ഷ്യത്തെക്കുറിച്ച് വിവരങ്ങളാണ് റഷ്യൻ വാർത്താ ഏജൻസിയായ റിയ നോവോസ്റ്റി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യയെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണങ്ങൾ നടത്തുന്നതിനും പുതിയ തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നതിനുമായുള്ള ഒരു ബഹുമുഖ ശ്രമമാണ് വാസ്തവത്തിൽ നാറ്റോ ഈ ഓപ്പറേഷനിലൂടെ നടത്തുന്നത് എന്നാണ് നോവോസ്റ്റി റിപ്പോർട്ട് ചെയ്യുന്നത്. 2023 അവസാനത്തോടെയാണ് നാവിക ഓപ്പറേഷനായ ഓപ്പറേഷൻ ബാൾട്ടിക് സെൻട്രി നാറ്റോ ആരംഭിക്കുന്നത്. ഈ ഓപ്പറേഷൻ നാറ്റോ രാജ്യങ്ങളുടെ അണ്ടർ വാട്ടർ കേബിളുകൾക്ക് നേരെയുള്ള നാറ്റോ വിരുദ്ധ കക്ഷികളുടെ ആക്രമണത്തിൽ നിന്നുള്ള സംരക്ഷണം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഡിസംബർ 25-ന് എസ്തോണിയയ്ക്കും ഫിൻലാൻഡിലേക്കും ഇടയിലുള്ള ഒരു ആശയവിനിമയ കേബിൾ തകരാറിലായ ഒരു സംഭവമാണ് ഈ ഓപ്പറേഷന് കാരണമായത്. വ്യക്തമായ തെളിവുകൾ പോലും ഇല്ലാതിരുന്നിട്ടും പാശ്ചാത്യ മാധ്യമങ്ങളും വിദഗ്ധരും പ്രതിക്കൂട്ടിലായിരുന്നത് റഷ്യയാണ്. വെള്ളത്തിനടിയിലുള്ള കേബിളുകൾക്ക് മനഃപൂർവ്വം കേടുപാടുകൾ വരുത്തിയെന്ന സംശയത്തിന്റെ പേരിൽ സമാനമായി കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി റഷ്യൻ എണ്ണക്കപ്പലുകൾ നാറ്റോ അംഗരാജ്യങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും പരിശോധിക്കുകയും ചെയ്തിരുന്നു. ജനുവരി 27-ന് റഷ്യയിലെ ഊസ് ലുഗ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട മാൾട്ടീസ് പതാകയുള്ള വേഴ്സോൺ എന്ന കപ്പൽ സ്വീഡിഷ് അധികൃതർ കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കുകയും ചെയ്തു. സ്വീഡനും ലത്വിയയ്ക്കും ഇടയിലുള്ള ഒരു അണ്ടർ വാട്ടർ കേബിളിന് കേടുപാടുകൾ വരുത്തിയതിൽ കപ്പൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നതാണ് സംശയം. എന്നിരുന്നാലും അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകളൊന്നും തന്നെ അതിൽ നിന്നും കണ്ടെത്തിയിരുന്നില്ല. ജനുവരി 31-ന് ലത്വിയയുടെ അഭ്യർത്ഥന പ്രകാരം റഷ്യൻ പൗരന്മാർ ഉൾപ്പെട്ട സിൽവർ ഡാനിയ എന്ന കപ്പൽ നോർവ തടയുകയുണ്ടായി. കപ്പൽ പരിശോധിച്ചെങ്കിലും തെളിവുകളുടെ അഭാവം മൂലം ഒടുവിൽ വിട്ടയക്കേണ്ടി വന്നു. കേബിളുകളിലെ അട്ടിമറിയൽ റഷ്യയെ പ്രതിയാക്കി ചിത്രീകരിക്കാനുള്ള നിരന്തരമായ ആസൂത്രണമാണ് ഇപ്പോൾ നാറ്റോ നടത്തുന്നത്. എന്നാൽ അതിലെല്ലാം തന്നെ സംഘം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ബാൾട്ടിക് സെൻട്രി പ്രവർത്തനം റഷ്യയുടെ ബാൾട്ടിക് കപ്പലിന്റെ നീക്കത്തെ നിയന്ത്രിക്കുക മാത്രമല്ല, കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുക, പാശ്ചാത്യ ഉപരോധങ്ങൾക്ക് വിധേയമായ വ്യാപാര നീക്കങ്ങളെ സ്തംഭിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് നിറവേറ്റുന്നത്. ചുരുക്കത്തിൽ നാറ്റോ റഷ്യക്കെതിരെ ഒരു നാവിക ഉപരോധത്തിനാണ് കോപ്പുകൂട്ടുന്നത്. ഇതുവരെയും ഈ നാറ്റോ കളികൾക്കെതിരെ റഷ്യ സംയമനത്തോടെയാണ് പ്രതികരിച്ചത്. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ക്ഷമയെ പരീക്ഷിക്കാനുള്ള നാറ്റോയുടെ ശ്രമം അവർക്ക് തന്നെ ക്ഷണിച്ചു വരുത്തുന്നത് വലിയ വിനാശമാണ്. രാജ്യത്തിനെതിരെ ഉയർന്നു വരുന്ന പാശ്ചാത്യ ഭീഷണിയെ നേരിടാൻ ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ സൈന്യം മേഖലയിൽ അണിനിരക്കുകയാണ്. റഷ്യയുടെ നീക്കങ്ങൾ അറിയാൻ രഹസ്യാന്വേഷണ വിമാനങ്ങളുടെ സഹായത്തോടെ നാറ്റോ ലെനിൻഗ്രാഡ്, കലിൻഗ്രാഡ് മേഖലകളിൽ പതിവായി പരിശോധന നടത്തുകയും ചെയ്യുന്നു. എന്നാൽ വ്യോമ പ്രതിരോധ കപ്പൽ വിരുദ്ധ പ്രതിരോധ സംവിധാനങ്ങളിൽ കഴിയുന്നത്ര കർശനമായി മൂടപ്പെട്ട പ്രദേശങ്ങളാണിവ. റഷ്യയുടെ കലിൻഗ്രാഡ് മേഖലയിൽ ഫ്രഞ്ച് അറ്റ്ലാന്റിക് 2 പെട്രോളിംഗ് നടത്തുന്നതിനിടെ റഷ്യ S-400 വ്യോമ പ്രതിരോധ സംവിധാനവും സഞ്ചരിച്ചതായ ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി സെബാസ്റ്റ്യൻ ലെഗോർണിയയുടെ വെളിപ്പെടുത്തൽ റഷ്യയുടെ പ്രതിരോധ വിന്യാസത്തിന്റെ സൂചനയാണ്. ബാൾട്ടിക് കടലിലെ നാറ്റോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഫിൻലാൻഡിലെ റഷ്യൻ അംബാസിഡർ പവൽ കുസൈസോവും കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബാൾട്ടിക് കടലിനെ നാറ്റോ അതിന്റെ കേന്ദ്രമാക്കുന്നത് തടയാൻ റഷ്യയ്ക്ക് ഇച്ഛാശക്തിയും വിഭവങ്ങളും ഉണ്ടെന്നും അദ്ദേഹം ഊന്നിപ്പറയുന്നു. ബാൾട്ടിക് കടലിലെ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ റഷ്യ എന്ത് കടുത്ത നടപടി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് കുസ്നെസോവിന്റെ അഭിപ്രായം സൂചിപ്പിക്കുന്നു. ഈ മേഖലയിൽ നാറ്റോയുടെ ലക്ഷ്യങ്ങൾ പിന്തുടരാനുള്ള ശ്രമങ്ങൾ പ്രവചനാതീതമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. നാറ്റോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബാൾട്ടിക് സെൻട്രി ഓപ്പറേഷനിൽ പ്രധാനമായും ജർമ്മനി, ഡെൻമാർക്ക്, പോളണ്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫ്രിഗേറ്റഡ് ക്ലാസ് കപ്പലുകളും ഉൾപ്പെടുന്നുണ്ട്. S-400 സമുച്ചയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ആഴത്തിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനം റഷ്യൻ കലിൻഗ്രാഡ് മേഖലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. തീരദേശ മിസൈൽ സംവിധാനങ്ങളായ ബോൾസ്, ബാസ്റ്റളുകൾ എന്നിവയും അവിടെ പ്രവർത്തന സജ്ജമാണ്. തായ്വാൻ കടലിടുക്കും ക്രിമിയൻ ഉപദ്വീപും നിരോധിത മേഖലകളാക്കി അമേരിക്ക നിശ്ചയിച്ചിട്ടുണ്ട്. പാശ്ചാത്യ സൈനിക പ്രവർത്തനങ്ങൾക്ക് ഈ പ്രദേശങ്ങൾ കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുന്നവയാണ്. ബാൾട്ടിക് തീരത്തെ ശക്തമായ പ്രതിരോധമുള്ള റഷ്യൻ എക്സ്ക്ലോവയായ കലിൻഗ്രാഡ് കോട്ടയിലെ ബലഹീനതകൾ കണ്ടെത്താനുള്ള ശ്രമമായി ബാൾട്ടിക് സെൻട്രി അഭ്യാസങ്ങളെ കാണാൻ കഴിയും. റഷ്യൻ പ്രതിരോധം പരിശോധിച്ചും പുതിയ തന്ത്രങ്ങൾ പരീക്ഷിച്ചും മേഖലയിലെ A2AD കഴിവുകളെ നേരിടുന്നതിനുമുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കാനുള്ള നാറ്റോ ശ്രമിക്കുന്നത് ഇപ്പോൾ. ഓപ്പറേഷൻ ബാൾട്ടിക് സെൻട്രിയിൽ നാറ്റോയുടെ മറ്റൊരു വ്യക്തമായ ലക്ഷ്യം കടലിൽ യുദ്ധത്തിനുള്ള പുതിയ സാങ്കേതിക മാർഗങ്ങൾ, ഉപരിതല അണ്ടർ വാട്ടർ, സെമി സബ്മേഴ്സിബിൾ എന്നിവ പരീക്ഷിക്കുക എന്നിവയാണ്. നാറ്റോയുടെ ഒരുതരം ആന്തരിക ജലാശയം എന്ന നിലയിൽ ബാൾട്ടിക് കടൽ ഈ തന്ത്രങ്ങൾ പരിശീലിക്കുന്നതിന് അനുയോജ്യമായ ഒരു പരീക്ഷണശാലയാണ്. ആളിലെ സമുദ്ര സംവിധാനങ്ങളുടെ വരവ് നാവിക യുദ്ധത്തിൽ വിപ്ലവം സൃഷ്ടിക്കുകയുമാണ്.
വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെയുള്ള ഏറ്റവും നൂതനമായ യുദ്ധക്കപ്പലുകൾക്ക് പോലും ഭീഷണി ഉയർത്തുന്ന ഒരു വജ്രായുധമാണ് ആളില്ലാ സമുദ്ര സംവിധാനങ്ങൾ. റാഡർ സംവിധാനത്തിന്റെ പരിമിതികൾ മുതലെടുത്ത് കപ്പൽ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ടെത്തലിൽ നിന്നും രക്ഷപ്പെടാൻ ഇവയ്ക്ക് സാധിക്കുകയും ചെയ്യും.